Hi everyone, myself Srijya and welcome to UGC Net Academy, and this is day 3 of Management Unit 1. So നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഇന്നലത്തെ നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ചു. അത് റിലേറ്റഡ് ആയിട്ടുള്ള PYQ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത്. സോ അതിൽ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് ഒന്നെന്ന് പറയുന്നത് ലുക്കിംഗ് ടു ഫ്യൂച്ചർ, 2 ലുക്കിംഗ് ടു ദ പാസ്റ്റ്, the C option controlling the present, and D option it was delegating authority. So planning is concerned with എന്താണ്? ഓപ്ഷൻ A ആയിരുന്നു, which is എന്താണ്? ലുക്കിംഗ് ടു ദ ഫ്യൂച്ചർ ആണ്. ഓക്കെ, ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടൈപ്പ് ഓഫ് പ്ലാൻ ആയിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് 1 പോളിസി, 2 റൂൾ, 3 പ്രൊസീജിയർ ആൻഡ് ഓൾ ഓഫ് ദ എബോവ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടൈപ്പ് ഓഫ് പ്ലാൻ എന്താണ്? ടൈപ്പ് ഓഫ് പ്ലാൻ വിച്ച് ഇസ് നമ്മൾ എന്താണ് അതിൽ നമ്മൾ പോളിസി കാര്യങ്ങൾ വരുന്നുണ്ട്, അതിൽ റൂൾസ് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ, പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. സോ നമ്മൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് പ്ലാൻ കവേഴ്സ് എ ലോങ് പീരിയഡ് ആൻഡ് ഇസ് ബ്രോഡ് ഇൻ നേച്ചർ ആണ് ചോദ്യം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഓപ്ഷൻസ് വന്നേക്കുന്നത് സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ട്, ടാക്ടിക്കൽ പ്ലാൻ ഉണ്ട്, ഓപ്പറേഷണൽ പ്ലാൻ ഉണ്ട്, സ്റ്റാൻഡിങ് പ്ലാൻ ഉണ്ട്. സോ നമുക്കറിയാം ലോങ് ടേം അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? സ്ട്രാറ്റജിക് പ്ലാൻ ആണ് അല്ലേ. സ്ട്രാറ്റജിക് പ്ലാൻ ആണ് ലോങ് ടേം പീരിയഡ് റിലേറ്റഡ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. അത് നമ്മുടെ ടോപ്പ് അതോറിറ്റീസ് എടുക്കുന്ന ഡിസിഷൻസ് ആണ് അല്ലേ. സോ അതാണ്. സോ ദ തേർഡ് വണ്ണിൻ്റെ ഉത്തരം എന്താണ്? എ സ്ട്രാറ്റജിക് പ്ലാൻ ആണ്. 4ാമത്തെ ചോദ്യം എന്താണ്? MBO സ്റ്റാൻഡ്സ് ഫോർ. MBO സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ആണ്. നമുക്ക് വിച്ച് ഇസ് ഓപ്ഷൻ ബി. നമുക്ക് എന്താണ് അതിൽ പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, മോഡേൺ ബിസിനസ് ഓപ്പറേഷൻസ്, മിഷൻ ബേസ്ഡ് ഓർഗനൈസേഷൻ, ഇങ്ങനെ പല ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? MBO എന്ന് പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, ഇതെന്താണെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ മുന്നോട്ട് പഠിക്കുന്നതാണ് എന്താണെന്ന്. ഓക്കെ, സോ ഓർഗനൈസിങ് ഇസ് എ പ്രോസസ് ഓഫ്. 5ാമത്തെ ചോദ്യം, ഓർഗനൈസിങ് ഇസ് എ പ്രോസസ് ഓഫ് വാട്ട്? എ എന്താണ്? സെറ്റിംഗ് ഗോൾസ്, ബി ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ്, സി അസൈനിങ് ഡ്യൂട്ടീസ്, ആൻഡ് ഡി ഓൾ ഓഫ് ദ എബോവ്. സോ ഓർഗനൈസിങ് എന്താണ്? നമ്മളതിൽ എന്താണ് അത് ഓർഗനൈസിങ് എന്ന് പറയുന്നത് നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ നമ്മൾ അവർക്ക് അതോറിറ്റീസും റെസ്പോൺസിബിലിറ്റിയും എല്ലാം അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ. എല്ലാവർക്കും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിച്ച് നമ്മൾ എന്താണ് അസൈൻ ചെയ്ത് എല്ലാം കൊടുക്കുന്ന ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഓർഗനൈസിങ്. അപ്പോൾ ഇതിൽ തന്നേക്കുന്ന ഓപ്ഷൻസിൽ നമ്മൾ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഗോൾസ് സെറ്റ് ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, അസൈനിങ് ഡ്യൂട്ടീസ്. സോ നമുക്ക് ഇതെല്ലാം എന്താണ് ഓർഗനൈസിങ്ങിൽ മൊത്തത്തിൽ വരുന്നതാണ്. സോ നമുക്ക് എന്തായിട്ട് പറയാം? ഓൾ ഓഫ് ദ എബോവ്. റൈറ്റ്. സോ ഡി ആണ് ഉത്തരം. 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിങ് റെഫേഴ്സ് ടു പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി പ്രോപ്പർ ബാലൻസ് നമുക്ക് പറയുന്നത് വിച്ച് ഇസ് എന്താണ്? പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ തന്നെയാണ് അത് വരുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് 7ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ബേസിസ്. സോ നമുക്ക് അതിൽ തന്ന ഓപ്ഷൻസ് എന്താണ്? ഫങ്ഷൻ, പ്രോഡക്റ്റ്, ടെറിട്ടറി, ഏജ്. ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ആണ് വരുന്നത്. സോ നമുക്കതിൽ ഫങ്ഷൻസും പ്രോഡക്ട്സും ടെറിട്ടറി ഇതെല്ലാം വരുന്നുണ്ട്. എക്സെപ്റ്റ് എന്താണ്? ഏജ് റിലേറ്റഡ് ആണോ നമ്മളൊരു എന്താണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ബേസിസ് നമ്മൾ ചെയ്യുന്നത്? അല്ല. സോ ഡി അല്ല, ഡി വരത്തില്ല. സോ വിച്ച് ഇസ് നോട്ട് ആണ് ചോദിക്കുന്നത്. സോ 7ാമത്തെ ചോദ്യത്തിൽ ഡി ആവില്ല. സോ ആൻഡ് സ്പാൻ ഓഫ് കൺട്രോൾ റെഫേഴ്സ് ടു എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നമുക്ക് എന്താണ്? എ ഓപ്ഷൻ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ബി നമ്പർ ഓഫ് സബോർഡിനേറ്റ് സൂപ്പർവൈസ്ഡ്, സി നമ്പർ ഓഫ് മാനേജേഴ്സ്, ആൻഡ് ഡി നമ്പർ ഓഫ് കമ്മിറ്റീസ്. 8ന്റെ ഉത്തരം ബി ആണ്, നമ്പർ ഓഫ് സബോർഡിനേറ്റ് സൂപ്പർവൈസ്ഡ് എന്ന് പറയുമ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഒരാളുടെ ഇപ്പം ഒരു മാനേജർ അല്ലെങ്കിൽ ഒരാളുടെ അണ്ടറിൽ എത്ര എമൗണ്ട് ഓഫ് എന്താണ് സബോർഡിനേറ്റ്സ് ഉണ്ടോ
ടോട്ടൽ എമൗണ്ട് ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ സിംഗിൾ മാനേജർ ഇറ്റ് ഇസ് കോൾഡ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈ ഒരു നമ്മുടെ ഓപ്ഷൻസിൽ ബെറ്റർ ആപ്റ്റ് എന്താണ്? ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് സൂപ്പർവൈസ്ഡ്. So which is meant by as a number of subordinates which is supervised by a single person, single manager, single top authority. Okay. ഇനി 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ഈസ് കൺസേൺഡ് വിത്ത്, നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, പ്ലേസ്മെന്റ് ആൻഡ് പ്രൊമോഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഓൾ ഓഫ് ദ അബവ്. സോ 9ാമത്തെ ആൻസർ എന്താണ്? ഡി ആണ് അല്ലേ. സ്റ്റാഫിങ്ങിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? റിക്രൂട്ട്മെൻറ്റും സെലക്ഷൻസും പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്ലേസ്മെൻറ്റും പ്രൊമോഷൻസും എല്ലാം വരുന്നുണ്ട്. സോ അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡി ആണ്. സോ 10th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്റ്റാഫിംഗ് പ്രോസസ്സ്, സ്റ്റാഫിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമുക്ക് വരുന്നത്? റിക്രൂട്ട്മെൻ്റ് ആണ് അല്ലേ. സോ നമുക്ക് ഓപ്ഷൻസ് എന്താണ്? സെലക്ഷൻ, റിക്രൂട്ട്മെൻറ്റ്, പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ്. നമ്മൾ റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതെല്ലാം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മുടെ നോട്ട്സിലുണ്ടായിരുന്നു. സോ നോട്ട് എല്ലാം വായിച്ച് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് അതെല്ലാം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുന്നതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഇസ് ഇൻറ്റേർണൽ ആണ് നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്. സോ അതിൽ നമുക്ക് ഓപ്ഷൻസ് തന്നേക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്, പ്രൊമോഷൻ, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അല്ലേ. നമുക്കറിയാം അഡ്വർടൈസ്മെൻറ്റും ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റും എംപ്ലോയി എക്സ്ചേഞ്ചും എല്ലാം എന്താണ്? എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻ്റ് ആണ്. പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻ്റ് ആണ്. കാരണം എന്താണ്? അത് നമ്മൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള എംപ്ലോയീസിൽ നിന്ന് തന്നെ നമ്മൾ എന്താണ് റിക്രൂട്ട് ചെയ്യുന്നതാണ്. സോ അതെന്താണ്? ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻ്റ് ആണ്. ഓക്കെ. 12th ക്വസ്റ്റ്യൻ വിച്ച് ടെസ്റ്റ് ഇസ് യൂസ് ടു മെഷർ ഇൻ്റലിജൻസ്. സോ നമ്മൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഓപ്ഷൻസിൽ എന്തൊക്കെയാണ്? പേഴ്സണാലിറ്റി ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ഇൻവെൻട്രി. അറിയാം വിച്ച് എന്താണ്? ഇതിൻ്റെ ഉത്തരം എന്താണ്? ബി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അല്ലേ. ഇൻ്റലിജൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അത് മാത്രമല്ല ഒരു നമ്മുടെ സെലക്ഷൻ അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൽ നമ്മളെന്താണ് ഇൻ്റർവ്യൂ നമ്മൾ നടത്തുന്ന ടെസ്റ്റ് എന്താണ്? ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ നമ്മൾ ഒരു സെലക്ഷൻ പ്രോസസ്സാണ് ഇതൊക്കെ. ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ നമ്മൾ എന്താണ് അതിന് ശേഷം ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നമ്മൾ നടത്താറുണ്ടല്ലേ. അത് അവരുടെ ഇൻ്റലിജൻസ് നമ്മൾ അറിയാനായിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ഒരു മെയിൻ റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ബാക്കി സെലക്ഷൻ പ്രോസസ്സും എല്ലാം കഴിയുന്നത്. ഓക്കെ. ആൻഡ് 13ാമത്തെ ചോദ്യം എന്താണ്? ഡയറക്റ്റിംഗ് ഈസ്, നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ടെല്ലിംഗ് പീപ്പിൾ വാട്ട് ടു ഡു, ലീഡിങ്, ഗൈഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്, സൂപ്പർവൈസിങ് ഓൺലി, ഇഷ്യൂയിങ് ഓർഡേഴ്സ്. ഇതിൻ്റെ ഉത്തരം എന്താണ്? ബി. നമ്മളതിൽ ലീഡ് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട് അല്ലേ. സോ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് തിയറി ഓഫ് മോട്ടിവേഷൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് മാസ്ലോ. മാസ്ലോവിൻ്റെ ഏത് തിയറിയാണ്? നമുക്കറിയാം മാസ്ലോവിൻ്റെ വരുന്നത് നീഡ് ഹൈറാക്കി തിയറി അല്ലേ മാസ്ലോവിൻ്റെ എന്ന് പറയുന്നത്. ഹൈറാക്കി ഓഫ് നീഡ്സ് ആണ് മാസ്ലോ ഇത് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് വരുന്നത്. പിന്നെ ഇതിൽ വേറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. 2 ഫാക്ടർ തിയറി, എക്സ്പെക്റ്റൻസി തിയറി, ഇക്വിറ്റി തിയറി. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ മുന്നോട്ടുള്ള ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. സോ നമുക്കറിയാം മാസ്ലോവിൻ്റെ തിയറി എന്താണ്? നീഡ് ഹൈറാക്കി തിയറിയാണ് അല്ലേ. ഓക്കെ. സോ ഇതെല്ലാം ഇനിയുള്ള മുന്നോട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾക്കിത് പറയുന്നതാണ്. ഓക്കെ. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഫ്രം, നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് അപ്വേർഡ് ഒള്ളി, ഡൗൺവേർഡ് ഒള്ളി, ബോത്ത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്, ഹൊറിസോണ്ടൽ ഒള്ളി. സോ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നത് എന്താ? എവിടെയെന്ന്? ബോത്ത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് എന്ന് നമുക്ക് പറയാം അല്ലേ. സോ നമുക്ക് ഒന്നെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ഇതിൽ നിന്ന് നമ്മൾ ടോപ്പ് അതോറിറ്റീസിൽ നിന്നും നമ്മൾ താഴോട്ട് പറയുന്നു, അറ്റ് ദ ലോവർ ലെവലും മുകളിലോട്ട് പറയുന്നു. സോ ഇത് രണ്ടും ബോത്ത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് എന്ന് പറയാം. ഒള്ളി ഡൗൺവേർഡ്സ് അല്ലെങ്കിൽ ഒള്ളി അപ്വേർഡ്സ് നമുക്കത് പറയാൻ പറ്റില്ല. ഓക്കെ. 16ാമത് 16th ചോദ്യം വിച്ച് ലീഡർഷിപ്പ് സ്റ്റൈൽ ഇസ് മോസ്റ്റ് അതോറിറ്റേറ്റീവ്. ഓക്കെ, ഏതൊരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് മോസ്റ്റ് അതോറിറ്റേറ്റീവ് നമുക്ക് പറഞ്ഞേക്കുന്നത്? അതിൽ നമുക്ക് വന്നേക്കുന്ന ഓപ്ഷൻസ് എന്താണ്? ഡെമോക്രാറ്റിക്, ലേസി ഫെയർ, ഓട്ടോക്രാറ്റിക് ആൻഡ് ബ്യൂറോക്രാറ്റിക്. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പാണ് വിച്ച് ഇസ് മോസ്റ്റ് അതോറിറ്റേറ്റീവ്. ഇതെല്ലാം നോട്ട് ചെയ്ത് ഇരിക്കുക. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പാണ് മോസ്റ്റ് അതോറിറ്റേറ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ. 17th ഇതെന്ന് പറയുന്നത് കൺട്രോളിങ് ഇൻവോൾവ്സ്.
കൺട്രോളിങ് ഇൻവോൾവ്സ് എന്തൊക്കെയാണ്? നമുക്ക് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഉദ്ദേശിച്ച് മെഷറിംഗ് പെർഫോമൻസ്, കമ്പയറിംഗ് ആൻഡ് കറക്റ്റിംഗ്, ഓൾ ഓഫ് ദ എബോവ്. സോ ഓൾ ഓഫ് ദ എബോവ്, ഇപ്പം ഓൾ ഓഫ് ദ എബോവ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. കാരണം കൺട്രോളിങ്ങിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ പെർഫോമൻസ് മെഷർ ചെയ്യുന്നുണ്ട്. മെഷർ ചെയ്തിട്ട് നമ്മൾ എന്താണ് അതിനെ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യണോ, എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൺട്രോളിങ് ഇൻവോൾവ്സ് ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ. 18ാമത്തെ ചോദ്യം, വിച്ച് ടൂൾ ഇസ് യൂസ്ഡ് ഇൻ കൺട്രോളിങ് കോസ്റ്റ്? കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ബഡ്ജറ്റാണ് വരുന്നത്. ഇത് നോട്ട് ചെയ്യുക. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്താണ്? ബഡ്ജറ്റാണ്. നമ്മുടെ 19th ക്വസ്റ്റ്യൻ. ഓക്കെ, 19th ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് ഇസ് കോൾഡ്. ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത് ഏതാണെന്ന് പറഞ്ഞേക്കുന്നത് കൺട്രോൾ ആണ് അല്ലേ? കൺട്രോളിങ്ങിലാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ബ്രേക്ക് ഈവൻ അനാലിസിസ്. നെക്സ്റ്റ് ചോദ്യം എന്താണ്? ബ്രേക്ക് ഈവൻ അനാലിസിസ് ഇസ് എ ടെക്നിക് യൂസ്ഡ് ഫോർ. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് പ്ലാനിങ്, കോസ്റ്റ് കൺട്രോൾ, സെയിൽസ് പ്രൊമോഷൻ, എംപ്ലോയി അപ്രൈസൽ. ആൻസർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് പ്ലാനിങ് ആണ്. സോ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഇസ് എ ടെക്നിക് വിച്ച് ഇസ് യൂസ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. So break-even analysis is a technique which is used for what? Profit planning. Okay. ഓക്കെ, നമ്മൾ ഇന്ന് ഡേ 3 പോവാണ്. ഡേ 3 നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ച് ഇൻഡെപ്തായിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ. സോ ഇതിൽ പ്ലാനിങ് എന്താണ്, അതിൻ്റെ മീനിങ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ടൈപ്സ്, ലെവൽസ്, ലിമിറ്റേഷൻസ്, പ്ലാനിങ്ങും ബഡ്ജറ്റ് പ്ലാനിങ്, ഡിസിഷൻ മേക്കിങ്ങും, പ്ലാനിങ്, ഫോർകാസ്റ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്, ബഡ്ജറ്റിംഗ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്. ഓക്കെ. സോ ഫസ്റ്റ് നമുക്ക് പ്ലാനിങ്ങിലോട്ട് പോവാം. ഓക്കെ. സോ പ്ലാനിങ്ങിൻ്റെ ഡെഫിനേഷൻ എന്താണ്? പ്ലാനിങ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, ആൻഡ് വെൻ ടു ഡു, ആൻഡ് ഹൂ ടു ഡു ഇറ്റ്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ്. നമ്മൾ മുൻകൂട്ടി എന്താണ് എല്ലാം ഡിസൈഡ് ചെയ്ത് വെക്കാൻ, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ഡിസൈഡ് ചെയ്ത് വെക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിൻ്റെ സൈക്കിൾ എന്താണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് തിങ്ക്. ഇതിൽ നമ്മൾ പ്ലാനിങ് സൈക്കിൾ ഐഡൻറ്റിഫൈ ദ ഗോൾ അല്ലെങ്കിൽ പ്രോബ്ലം വിച്ച് ഇസ് തിങ്ക്. നമ്മൾ എന്താണോ പ്രോബ്ലം അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ഗോൾ എന്താണോ, ഇപ്പം നമ്മുടെ പ്രോബ്ലം ഒന്നെന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്യുവാണെങ്കിൽ അതിന് 2 റീസൺ. ഒന്നെങ്കിൽ നമ്മളൊരു പുതിയ കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കറൻ്റ്ലി ഉള്ള ഒരു പ്രോബ്ലത്തിനെ നമ്മൾ സൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? പല റീസൺസ് കാണും അതിന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു തിങ്ക്, ഐഡൻറ്റിഫൈ ദ ഗോൾ. നമ്മുടെ ഗോൾ എന്താണോ അല്ലെങ്കിൽ നമ്മുടെ കറൻ്റ്ലി പ്രോബ്ലം എന്താണോ അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. 2 പറയുന്നത് പ്ലാൻ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ തിങ്ക് ചെയ്യുന്നു, പിന്നെ അതിനെ പ്ലാൻ ചെയ്യുന്നു, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. 3 ആക്റ്റീവ് പ്ലാൻ, അത് നമ്മുടെ പ്ലാൻ എന്താണോ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. പിന്നെ 4 പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ്, അച്ചീവ് ചെയ്യുക. റീച്ച് ദ ഒബ്ജക്റ്റീവ്, നമ്മളത് അച്ചീവ് ചെയ്യാം. ഓക്കെ. സോ നിങ്ങൾ ഇത് ജസ്റ്റ് വായിച്ച് വെച്ചിരുന്നാൽ മതി. നമ്മൾ ഓക്കെ, ചിലത് നമ്മൾ പറഞ്ഞത് പിന്നെയും പറയുകയാണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മുന്നോട്ട് പോകുന്തോറും ചിലപ്പോൾ നിങ്ങൾക്കിത് മുന്നോട്ട് പോകുന്തോറും നമ്മൾ ഇൻഡെപ്തായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കും. ഓരോൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും പഠിക്കുന്നതാണ്. സോ ജസ്റ്റ് വായിച്ച് വെക്കുക, പറയുന്നത് എന്തെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ്. അതിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ ആദ്യം പറയുന്നതെന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്. ഇതെല്ലാം ഇന്നലത്തെ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞാണ്, ബട്ട് അഗെയിൻ ഐ എം എക്സ്പ്ലെയിനിങ്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്. നമ്മൾ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നത്തേക്ക് വേണ്ടി മാത്രമായിട്ടല്ല. ഇറ്റ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ഫോർ ദ ഫ്യൂച്ചർ. ഓക്കെ, പ്ലാനിങ് ഇസ് ഡൺ ഫോർ ദ ഫ്യൂച്ചർ. നമ്മൾ മുന്നോട്ട് നോക്കിയാണ്, മുന്നോട്ട് കാണുകയാണ്. ഓക്കെ,
ആൻഡ് രണ്ടെന്ന് പറയുന്നത് ഗോൾ ഓറിയൻറ്റഡ്. പ്ലാനിങ് ഇസ് ഫോക്കസ്ഡ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഗോളും കാണും അല്ലേ? ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ വാട്ട് യു ആർ സ്റ്റാർട്ടിങ് ടു തിങ്ക്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കതിന് ഒന്നെങ്കിൽ അതിന് സൊല്യൂഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ക്ലിയർ ഗോൾ നിങ്ങൾക്ക് കാണും. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ് ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്. മൂന്നെന്ന് പറയുന്നത് ഇത് പ്രൈമറി ഫംഗ്ഷൻ ആണ്. സോ നമുക്കറിയാം ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് പ്രൈമറി ഫംഗ്ഷൻ ആണെന്ന് അറിയാം, വിച്ച് ഇസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫംഗ്ഷൻ. ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ് ഇൻവോൾവ്സ് മേക്കിംഗ് ഇറ്റ് ഇസ്. ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ പ്ലാനിങ്ങിൽ എന്താണ്, ഇറ്റ് ഈസ് നമ്മൾ ഒരു കാര്യം ഡിസൈഡ് ചെയ്യണം വിച്ച് ഇസ് ഇൻ അഡ്വാൻസ്. സോ ഇത് ഡിസിഷൻ മേക്കിംഗ് ആണ്. പെർവേസീവ് ആണ്. പെർവേസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ നമ്മളിത് പ്ലാനിങ് ഉണ്ട്. ഇപ്പം ഈവൻ ദ ഇറ്റ് ഇസ് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, വാട്ട് എവർ ഇറ്റ് ഇസ്, നമുക്ക് പ്ലാനിങ് റിക്വയർഡ് ആണ് അല്ലേ? പിന്നെയെന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കണ്ടിന്യൂസ് ആക്ടിവിറ്റി, ഇറ്റ് നെവർ സ്റ്റോപ്പ് ആസ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. എഗെയിൻ എന്താണ്, ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇത് ഫ്ലെക്സിബിൾ ആണെന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു റിജിഡ് അല്ല, അല്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ് നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് എന്താണ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്കത് ഫ്ലെക്സിബിൾ ആവാം, ഫ്ലെക്സിബിൾ ചെയ്യാൻ കഴിയും. ഓക്കെ, എക്കണോമിക്കലാണ് പ്ലാനിങ്. എക്കണോമിക്കൽ എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അത് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും അത് ചെയ്യുന്നത്. ബിക്കോസ് ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് റെഡ്യൂസ് വേസസ്, എന്തെങ്കിലും അൺസർട്ടനിറ്റീസ് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യും, മിനിമൈസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഇത് എക്കണോമിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് പറയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. ഓക്കെ, ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാനിങ് നമുക്കൊരു ഡയറക്ഷൻ നമുക്ക് നൽകുന്നത് അല്ലേ? ഓക്കെ, ഒരു ക്ലിയർ ഡയറക്ഷൻ, ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ക്ലിയർ ഡയറക്ഷൻ നമുക്ക് നൽകും. രണ്ടെന്ന് പറയുന്നത് റെഡ്യൂസസ് അൺസർട്ടനിറ്റി. നമുക്ക് ഇറ്റ് ഹെൽപ്സ് ടു പ്രൊഡിക്റ്റ് ഫ്യൂച്ചർ ആൻഡ് പ്രിപ്പയർ ഫോർ ഇറ്റ്. ഒരു കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ ഒരു അൺസർട്ടനിറ്റീസും കാര്യങ്ങളും അവിടെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫോക്കസ് ഓൺ ഒബ്ജക്റ്റീവ്സ്. ഇതെന്ന് പറയുന്നത് പ്രോപ്പർ പ്ലാനിങ്, ഇവർ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഗോളിൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. നാലെന്ന് പറയുന്നത് പ്രൊമോട്ട്സ് എഫിഷ്യൻസി, എൻഷുവേഴ്സ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ് ആൻഡ് ടൈം. ഓക്കെ, അതറിയാലോ. 5 പറയുന്നത് ഇറ്റ് ഇംപ്രൂവ്സ് കോർഡിനേഷൻ എമംഗ് ഡിഫറെൻറ്റ്. പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ പല ഡിപ്പാർട്ട്മെൻറ്റ്സും മറ്റും നമ്മുടെ ഓർഗനൈസേഷൻസ് റിലേറ്റഡ് നമുക്ക് എന്താണ് പ്രോപ്പർ കോർഡിനേഷൻ അവിടെ കൊണ്ടുവരികയാണ് അല്ലേ? ഓക്കെ, 6 പറയുന്നത് ഇറ്റ് മിനിമൈസ് റിസ്ക്, ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ പ്രോബ്ലംസ് ഇൻ അഡ്വാൻസ് ആൻഡ് ഫൈൻ സൊല്യൂഷൻ. പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഫ്യൂച്ചർ റിലേറ്റഡ് പ്രോബ്ലംസ് വരുന്നതും നമ്മളത് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ മുന്നോട്ട് വരുന്ന പ്രോബ്ലംസും കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ മുന്നോട്ട് കണ്ട് തന്നെയായിരിക്കും നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് മിനിമൈസസ് റിസ്ക് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. കൺട്രോൾ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അത് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് എന്താണോ ഔട്ട്കം വേണ്ടതെന്ന് നമ്മളെല്ലാം ചിന്തിച്ച് അവിടെ മുൻകൂട്ടി വെക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ആഫ്റ്റർ എന്താണ് നമ്മുടെ അത് ആക്ഷൻ ഇംപ്ലിമെൻ്റ് ആയതിന് ശേഷം നമുക്ക് എന്താണ് കമ്പയർ ചെയ്യാം വിത്ത് നമ്മുടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റാൻഡേർഡും നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടും തമ്മിൽ നമുക്കിവിടെ കമ്പയർ ചെയ്യാണ്. അതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്, കമ്പയറിംഗ് ദ പെർഫോമൻസ്. ഓക്കെ, കമ്പയറിംഗ് ദ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇതാണ് കൺട്രോളിംഗ്. സോ ഇറ്റ് ക്യാൻ ബി സെഡ് ആസ് ഇറ്റ് കുഡ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് പ്ലാൻസ് ആണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇതെല്ലാം പറഞ്ഞത്. സ്ട്രാറ്റജിക് പ്ലാൻസ് വരുന്നുണ്ട്, ടാക്ടിക്കൽ പ്ലാൻസ് വരുന്നുണ്ട്, ഓപ്പറേഷണൽ പ്ലാൻസ് ഉണ്ട്, സിംഗിൾ യൂസ് പ്ലാൻസ് ഉണ്ട്. സിംഗിൾ യൂസ് പ്ലാൻസ് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, നമുക്കത് നോക്കാം. സ്ട്രാറ്റജിക് പ്ലാൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് നമ്മൾ പോളിസീസും കാര്യങ്ങളും എല്ലാം മേക്ക് ചെയ്യുന്നതാണ്. പോളിസീസും ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യും. സ്ട്രാറ്റജിക് പ്ലാൻസ് മെയിൻലി പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ടോപ്പ് അതോറിറ്റീസ് ആണ്. സോ അവിടെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ എല്ലാം എന്താണ് ചെയ്യുന്നതാണ്, സെറ്റ് ചെയ്യും.
സോ അവരുടെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്, സോ സ്ട്രാറ്റജിക് പ്ലാൻസ് ടോപ്പ് അതോറിറ്റീസ് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാൻസ് യൂഷ്വലി എന്താണ്, ലോങ് ടേം പ്ലാൻസ് ആണ് അല്ലേ. അവർ മെയിൻലി ലോങ് ടേം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും അവർ ഡിസിഷൻസും കാര്യങ്ങളും എടുക്കുന്നത്. ഓക്കെ, സോ അത് നമുക്ക് അതിൻ്റെ ടൈം ഫ്രെയിം അറൌണ്ട് 3 to 5 years ഓർ മോർ എന്ന് പറയാം. ഓക്കെ, രണ്ടെന്ന് പറയുന്നത് ടാക്ടിക്കൽ പ്ലാൻസ്, അഡ്മിനിസ്ട്രേഷൻ പ്ലാൻസ് ആണ് നമ്മുടെ എന്താണ്, നമ്മുടെ മിഡിൽ ലെവൽ ഓഫ് മാനേജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാൻസ് ആണ്. അത് ഡിപ്പാർട്ട്മെന്റൽ ആണ്. പ്ലാൻസ് ടു അച്ചീവ് സ്ട്രാറ്റജിക് ഗോൾസ്. സ്ട്രാറ്റജിക് ഗോൾസ് എന്ന് പറയുന്നത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ടാക്ടിക്കൽ പ്ലാൻസ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് നമ്മുടെ ടോപ്പ് അതോറിറ്റീസ് പ്രിപ്പയർ ചെയ്ത പ്ലാൻസ് ഇനി ആദ്യം പിന്നെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ മിഡിൽ ലെവൽ മാനേജേഴ്സ് എങ്ങനെ അത് പുട്ട് ഇൻ ടു ആക്ഷൻ, അതെങ്ങനെ ആക്ഷനിലോട്ട് കൊണ്ടുവരാം, അത് അവർ റിലേറ്റഡ് പ്ലാൻ ചെയ്യുന്നത് ആരായിരിക്കും, നമ്മുടെ മിഡിൽ ലെവൽ മാനേജേഴ്സ്. അതാണ് ടാക്ടിക്കൽ പ്ലാൻസ് എന്ന് പറയുന്നത്. ഇത് അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാൻസ് എന്നും ഇതിനെ പറയാം. ഓക്കെ, അതിൻ്റെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് അറൌണ്ട് 1 to 3 years ആണ്. ഇറ്റ് ഇസ് മീഡിയം ടേം ആണ്. ഓക്കെ, മീഡിയം ടേം ആണ് ടാക്ടിക്കൽ പ്ലാൻസ് എന്ന് പറയുന്നത്. മൂന്നെന്ന് പറയുന്നത് ഓപ്പറേഷണൽ പ്ലാൻസ് ആണ്. ഓപ്പറേഷൻ പ്ലാൻസ് മെയിൻലി എന്താണ്, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നതാണ് അല്ലേ. നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ്, ഡെയിലി റൂട്ടീൻ. ഓക്കെ, അതെന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിരിക്കും, അപ് ടു 1 year നോട്ട് ചെയ്യുക. ഓക്കെ, അപ് ടു 1 year ഒക്കെ ഓപ്പറേഷണൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്ലാൻസിൻ്റെ വേറൊരു പേരാണ് എന്തെന്ന് പറയുന്നത് പ്രൊസീജിയർ പ്ലാൻ. നോട്ട് ചെയ്യുക. സ്ട്രാറ്റജിക് പ്ലാൻസ്, ടാക്ടിക്കൽ പ്ലാൻസ്, ഓപ്പറേഷണൽ പ്ലാൻസ് എത്തി. ഇനി പറയുന്നത് സിംഗിൾ യൂസ് പ്ലാൻസ് ആണ്. സിംഗിൾ യൂസ് പ്ലാൻസിൻ്റെ വേറൊരു പേരാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ. നോട്ട് ചെയ്യുക, സ്റ്റാൻഡിംഗ് പ്ലാൻ. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്യുക. മെയ്ഡ് ഫോർ സ്പെസിഫിക് സിറ്റുവേഷൻ ആൻഡ് യൂസ്ഡ് വൺസ്. ഈ സിംഗിൾ യൂസ് പ്ലാൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് പ്ലാൻസ് ഒക്കെ ചെറിയ ഒരു സിംഗിൾ യൂസിന് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പം ഇപ്പം നമ്മളൊരു ഫങ്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ഒരു സ്പെസിഫിക് ഡേറ്റിന് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് സിംഗിൾ യൂസ് ആണ് സംഭവം. ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. സ്പെസിഫിക് പേർപ്പസ്, സിംഗിൾ യൂസ് ആണ്, വൺസ് ആണ്. ഓക്കെ, അത് നോട്ട് ചെയ്യാം. പക്ഷേ അതിനെ വേറൊരു പേരാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. സോ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് പ്ലാനിൻ്റെ വേറെ പേര് സിംഗിൾ യൂസ് പ്ലാൻ, സിംഗിൾ യൂസ് പ്ലാനിൻ്റെ വേറെ പ്ലെയിനാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ. അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ലെവൽസ് ഓഫ് പ്ലാൻസിൽ നമ്മൾ അറിയാം. ടോപ്പ് ലെവൽ, നേരത്തെ പറഞ്ഞത് നമ്മൾ പ്ലാൻസ് ആണ്, എന്തൊക്കെ പ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെവൽസ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ടോപ്പ് ലെവലും മിഡിൽ ലെവലും ലോവർ ലെവലും സിംഗിൾ യൂസും. ഇതെന്താണ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഇനി പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് മനസ്സിലാവാനായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താണ് ജസ്റ്റ് ഒരു മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. നമ്മൾ ഓവർ ഇൻ ഡെപ്ത് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെന്താണ് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത്, ജസ്റ്റ് ഓരോ കാര്യങ്ങളും എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നീട് ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഈ നോട്ട്സ് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി. എന്നാൽ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് സ്പെസിഫിക് പേർപ്പസിന് ചിലപ്പം ഒരു ഈവൻ്റ് ആവാം. അതൊക്കെ സിംഗിൾ യൂസ് പ്ലാൻ. അതിൻ്റെ വേറെ പേര് സ്റ്റാൻഡിംഗ് പ്ലാൻ. പിന്നെ ഉള്ളത് ടാക്ടിക്കൽ പ്ലാൻസ് വരുന്നുണ്ട്. ടാക്ടിക്കൽ പ്ലാൻസ് ആരാണ്, മിഡിൽ ലെവലിൻ്റെയാണ്. ഇതൊക്കെ നോട്ട് ചെയ്യും. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ അത് അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാൻസ് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ടോപ്പ് ലെവൽ മാനേജേഴ്സ്, അത് സ്ട്രാറ്റജിക് പ്ലാൻസ് എന്ന് പറയുന്നത് അത് ലോങ് ടേം ആണ്. മോർ ദാൻ 5 years ആവാം. ഇങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ജസ്റ്റ് പിന്നെ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് വായിച്ചാൽ മതി. ഓക്കെ, പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. ഇനി ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്, പ്ലാനിങ്ങിന് ആദ്യത്തെ ലിമിറ്റേഷൻ എന്താണ്, ടൈം കൺസ്യൂമിങ് ആണെന്നാണ് പറയുന്നത് അല്ലേ. യെസ്, പ്ലാനിങ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആണ്. കാരണം നമ്മളൊരു ഡിസിഷൻ അവിടെ എടുക്കുകയാണ് അല്ലേ. ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നല്ലൊരു എഫേർട്ട് വേണം. ഒരു പ്രോപ്പർ ഡിസിഷൻ നമ്മൾ ലോങ് ടേമിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നല്ല എഫേർട്ടും വേണം, നല്ല ടൈം കൺസ്യൂമിങ്ങും ആണ് അല്ലേ. കോസ്റ്റ്ലി ആണ്. ഇറ്റ് ഇൻവോൾവ്സ് കോസ്റ്റ് ഓഫ് ഗ്യാതറിങ് ഡേറ്റ, അനലൈസ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിൻ്റെ വേണ്ടിയിട്ടായിട്ടുള്ള ഇപ്പം നമ്മളൊരു കാര്യത്തിന് നമുക്കൊരു ഗോളുണ്ട്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടും അനലൈസ് ചെയ്യാനും ഈ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമുക്ക് നല്ല ചിലവാണ്. സോ ദാറ്റ് ഈസ് കോൾഡ്
why it is called as costly. Uncertainty of future uncertain, plans may not be work as അത് മാത്രമല്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ നടക്കണമെന്നുമില്ല അല്ലേ. അൺസർട്ടനിറ്റീസ് ഉണ്ടാവാം, അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ. മേ ബി എല്ലാം നമ്മൾ എവറിത്തിങ് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കണമെന്നില്ല. സോ അൺസർട്ടനിറ്റീസ് ക്യാൻ ബി ഹാപ്പൻ. It can happen, maybe it can happen, right? So uncertainty of future, rigidity, over planning reduces flexibility and adaptability. Rigidity എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഓവറായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലേ, നമ്മളൊരു എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ഓരോരോ ചെറിയ കാര്യങ്ങളും നമ്മൾ ഓവറായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ റിജിഡ് ഒരു ഇത് കൊണ്ടുവരികയാണ്. കാരണം അങ്ങനെ ഒരു കാര്യത്തിന് നമുക്ക് എന്താണ് ഫ്ലെക്സിബിലിറ്റിയും അഡാപ്റ്റബിലിറ്റിയും അവിടെ റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ അതുകൊണ്ടാണ് ഇത് റിജിഡിറ്റി എന്ന് പറയുന്നത്. പിന്നെ റെസിസ്റ്റൻസ് ടു ചേഞ്ച്, പീപ്പിൾ മേ റെസിസ്റ്റ് പ്ലാൻ ചേഞ്ചസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ വർക്കേഴ്സ് അല്ലേ, നമ്മുടെ എംപ്ലോയീസ് ഓൾറെഡി അവരൊരു വർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫ്ലോയിൽ അല്ലെങ്കിൽ അവർ ഓൾറെഡി ഇപ്പം കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ എന്താണ് ഒരു ഇതിന് നമ്മൾ പ്ലാൻ ചെയ്ത് ചേഞ്ചസും അവരുടെ ഒരു ഡെയിലി റൂട്ടീൻ അല്ലെങ്കിൽ റൂട്ടീൻ ഓഫ് വർക്ക് അവർ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരുവാണെന്ന് വിചാരിക്കുക അല്ലേ. അങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണും അല്ലേ. സോ അതുകൊണ്ട് ചിലപ്പോൾ അവരെന്താണ് ആ ഒരു ചേഞ്ചസിനെ അവർ റെസിസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ പറ്റില്ല, അല്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ട് എന്ന രീതിയിൽ അവർ പറയും. സോ അതുകൊണ്ടാണ് ഇതിനെ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്നത്. നോട്ട് ചെയ്യുക. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി, എ ഗുഡ് പ്ലാൻ മേ ക്രിയേറ്റ് ഓവർ കോൺഫിഡൻസ് അല്ലേ. അതുമാത്രമല്ല ചില പ്ലാൻസ് നമ്മൾ എത്രയും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാക്കാം. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി അല്ലേ. അങ്ങനെ ഒരു സെൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഡിപ്പെൻസ് ഓൺ അക്യൂറസി ഓഫ് ഡേറ്റ, റോങ് ഡേറ്റ ലിസ്റ്റ് ടു റോങ് പ്ലാനിങ്. അത് മാത്രമല്ല നമ്മുടെ വാട്ട് യു ആർ നിങ്ങളിപ്പം ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്ന മേ ബി ഡേറ്റ റോങ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് വെച്ചേക്കുന്ന ഇത് റോങ് ആണെങ്കിൽ അതെന്താണ് റോങ് ഡേറ്റ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ റോങ് ആണെങ്കിൽ അത് വിത്ത് ലെറ്റ്സ് ടു എന്താണ് റോങ് പ്ലാനിങ് ഓൾസോ അല്ലേ. പ്ലാനിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും അല്ലേ. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ അക്യുറസി ഓഫ് ഡേറ്റ ഓൾസോ. എട്ടെന്ന് പറയുന്നത് നോട്ട് എ ഗ്യാരണ്ടി ഓഫ് സക്സസ്, ഈവൻ ദ ബെസ്റ്റ് പ്ലാൻ മേ ഫെയിൽ ഡ്യൂ ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലേ. സോ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യത്തിന് നമുക്കൊരിക്കലും 100% അക്യുറസി ആയിട്ട് ഇത് സക്സസ് ആവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് മേ ഫെയിൽ ഓൾസോ അല്ലേ. നമുക്കവിടെ ഫെയിലറും ഉണ്ടാവാം. ഈവൻ ദോ നമ്മുടെ പ്ലാൻ ഭയങ്കര ബെസ്റ്റ് പ്ലാൻ ആണെങ്കിൽ നമുക്കവിടെ ഫെയിലർ ഉണ്ടാവാം. നമുക്ക് ഒന്നും സക്സസ് അല്ലെങ്കിൽ 100% സക്സസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ അതൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. ജസ്റ്റ് വായിച്ച് വയ്ക്കുക, ജസ്റ്റ് അതിൻ്റെ എന്താണോ അർത്ഥം എന്ന്, ഈ റെസിസ്റ്റൻസ് ചേഞ്ച് അതൊക്കെ എന്താണ് അർത്ഥം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സോ നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് പ്രോസസ് ആണ് അല്ലേ. സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആണ്. സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആദ്യത്തെ കാര്യങ്ങൾ എന്താണ്? ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക അല്ലേ. ആദ്യത്തെ എന്താണ്? ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. നമ്മുടെ ഗോൾ എന്താണോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താണോ അത് സെറ്റ് ചെയ്ത് വെക്കുക. രണ്ടെന്താണ്? സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അത് അനലൈസ് ചെയ്യുക. സ്റ്റഡി ദ ഇന്റേണൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ എൻവയോൺമെന്റും എല്ലാ കാര്യങ്ങളും എന്താണ്? സ്റ്റഡി ചെയ്യുക. നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എന്താണ്? അനലൈസ് ചെയ്തിരിക്കണം. മൂന്നെന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ഓൾട്ടർനേറ്റീവ്സ്, ലിസ്റ്റ് ഔട്ട് പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ. നമുക്ക് ഒരു പ്ലാനിൽ മാത്രം അല്ലെങ്കിൽ ഒരു ഐഡിയയിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്. ചിലപ്പോൾ നമുക്ക് ബെസ്റ്റ് പല 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 ഏരിയാസിലോട്ട് പോയി പല ഓൾട്ടർനേറ്റീവ്സ് എന്താണെന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഓൾട്ടർനേറ്റീവ്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താണ്
എന്നിട്ട് ആ ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക, കമ്പയർ ചെയ്യുക അല്ലേ. എന്നിട്ട് ഇപ്പം നമ്മൾ ഒരു 10 ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്തെന്ന് വിചാരിക്കുക. ആ 10 ഓൾട്ടർനേറ്റീവ്സിനെയും കമ്പയർ ചെയ്തിട്ട് വേണം അതിൽ നിന്ന് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അല്ലേ. ഡെവലപ്പ് ദ സെലക്റ്റഡ് ഓൾട്ടർനേറ്റീവ് ഇൻ ടു എ ഡീറ്റെയിൽഡ് പ്ലാൻ. അതിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ്